ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ ഒരു ടൈപ്പ് കമ്മലാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് റിങ്, കോപ്പർ വയർ, ഷുഗർ ബീഡ്, പേള് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിങ്ങിലേക്ക് കോപ്പർ വയർ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഗോൾഡൻ കളർ റിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ കളർ കോപ്പർ വയറും ഷുഗർ ബീഡും സെയിം കളറാണ് എടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് പേളിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം റിങ്ങിലേക്ക് നന്നായി ടൈറ്റ് ചെയ്തിട്ട് തന്നെ കോപ്പർ വയർ ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് പേള് ഈ കോപ്പർ വയറിലേക്ക് കോത്ത് കൊടുക്കാം. 4 mm പേളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നോരോന്നായി കോത്ത് കൊടുക്കാം. ഇനി നമ്മളത് റിങ്ങിലേക്ക് കോത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പേള് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് റിങ്ങിലേക്ക് കൊടുക്കുന്നത്. കാരണം ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പെട്ടെന്ന് ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോരോ പേള് ഫുൾ അടുത്തിട്ടല്ല, എന്നാൽ നല്ല ഗ്യാപ്പിലും അല്ലാതെ ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് എല്ലാ പേളും റിങ്ങിന് ചുറ്റിലും കോർത്തെടുക്കാം. പേള് കൊടുത്തതിന് ശേഷം ഒരു റൗണ്ടൂടെ കോപ്പർ വയർ നമ്മളൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. അതാവുമ്പോൾ നന്നായി നമുക്കൊന്ന് ടൈറ്റിൽ കിട്ടും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളിത് പേള് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന വയറിലേക്ക് നമുക്ക് ഷുഗർ ബീഡ് കോത്ത് കൊടുക്കാം. ഷുഗർ ബീഡ് കോത്തിട്ട് നമുക്ക് പേളിൻ്റെ ചുറ്റിലൂടെ റൗണ്ട് ചെയ്തിങ്ങനെ എടുത്തു തരാം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ, എന്നാൽ പേള് മുഴുവനായിട്ട് അടുത്തിട്ടും അല്ലാതെ ചെറിയൊരു വ്യത്യാസത്തിൽ നമ്മൾ പേള് കോത്തെടുത്തത്. അതിന് ചുറ്റിയിട്ടാണ് നമുക്കിനിയിപ്പോൾ ഷുഗർ ബീഡ് കൊടുക്കേണ്ടത്. അത് നമുക്ക് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പേളിന് ചുറ്റിലും ഷുഗർ ബീഡ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ലാസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ ലോക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ചെയ്യുമ്പം നന്നായി ടൈറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസായി കിടക്കുമ്പോൾ അതിനൊരു നീറ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് നല്ലൊരു നീറ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്യുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. ഞാൻ പ്ലെയർ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നല്ല ടൈറ്റിൽ തന്നെ എടുത്ത് വെക്കാം. അപ്പം നമ്മുടെ ഒരു കമ്മൽ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കമ്മലാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.